നമസ്കാരം, സന്തോഷ് മണി ഷോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ 2015 സിനിമകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ മാധ്യമങ്ങളിൽ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് കാണുന്നുണ്ട്. 150-160ഓളം സിനിമകൾ റിലീസ് വന്നു. അതിൽ 10 സിനിമകളാണ് ഒരു നിർമ്മാതാവിനെ കൈകൊള്ളാതെ ഒരു ലാഭകരമായി വന്നത്. ബാക്കിയുള്ള ഭൂരിഭാഗം സിനിമകളും പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഒരു കണക്ക് എത്രമാത്രം ശരിയാണ് നമുക്കറിയില്ല. 540 കോടിയോളം രൂപയുടെ നഷ്ടം ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ അതിൽ ഈ ലാഭവും നഷ്ടം നോക്കുമ്പോൾ അവർ ഈ സാറ്റലൈറ്റ് റൈറ്റ് വെച്ചിട്ടാണ് കുറേയൊക്കെ പറയുന്നത്. ഇപ്പോൾ 7 കോടി കിട്ടി എന്ന് പറയുന്ന, സാറ്റലൈറ്റിന് കിട്ടി എന്ന് പറയുന്ന പല സിനിമകളും യഥാർത്ഥത്തിൽ 4 കോടിയേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് ഞാൻ വ്യക്തിപരമായി ചാനലുമായി അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എനിവേ, ലാഭത്തിലും നഷ്ടത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവാം. എന്നാലും എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, 450 കോടി പ്ലസ് മലയാള സിനിമയ്ക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിലീസാവുന്ന സിനിമകൾ ഭൂരിഭാഗം പരാജയപ്പെടുന്ന ഈ ഒരു സിറ്റുവേഷനിൽ മലയാള പ്രേക്ഷകരിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വ്യക്തിപരമായി ഇതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? വിമർശകരെല്ലാം അങ്ങനെയാണ് കാണുന്നത്, ന്യൂ ജനറേഷൻ നടന്മാരുടെ സിനിമകൾ, ഓൾഡ് ജനറേഷൻ സിനിമ. അപ്പോൾ ഇതിലൊക്കെ ശരിക്കും വ്യത്യാസമുണ്ടോ? ഇതിലൊക്കെ വല്ല കഥയുണ്ടോ? ഈ വിഷയം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് ചർച്ചയ്ക്കെടുക്കുന്നു. 160 സിനിമ എടുക്കുന്ന സമയത്ത് 10 സിനിമ മാത്രമേ ഓടിയുള്ളൂ എന്നും അത് 450 കോടിയോളം രൂപ നഷ്ടത്തിലാണെന്നൊക്കെ മാധ്യമങ്ങളൊക്കെ വായിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നത് നല്ല സിനിമകളുണ്ടെങ്കിൽ ആളുകൾ തിയേറ്ററിലെത്തുകയും അത് കാണുകയും ചെയ്യും. അതിനകത്ത് സാർ, ഈ നല്ല സിനിമയ്ക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും? അത് ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കഥയായിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഒരു സാധാരണ. സാറ് പറയുന്ന സാങ്കേതികത്തെക്കാൾ കഥയ്ക്കാണ് പ്രധാനം. തീർച്ചയായിട്ടും ഇവിടെ സാങ്കേതികത്വം, ഇപ്പോൾ ബാഹുബലി പോലെ സാങ്കേതികത്വത്തിൽ ഒരു മലയാള സിനിമ വരേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം നമ്മൾ കാണുന്നില്ല. നമ്മൾക്ക് ജീവിതഗന്ധിയായിട്ട് ഹൃദയത്തിൽ തൊടുന്ന, മണ്ണിൽ തൊട്ട് നിൽക്കുന്ന സിനിമകളാണ് ആവശ്യം. ഒന്നാമത്തെ കാര്യം ഓവർ ബഡ്ജറ്റാണ്. കൂടുതൽ ബഡ്ജറ്റായാൽ കൂടുതൽ വരുമാനം കിട്ടണം. തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത് 1/3 മാത്രമാണ് പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത് വരുമാനത്തിൻ്റെ. ഇപ്പോൾ 10 കോടി കിട്ടിയ 3 കോടി മാത്രമേ പ്രൊഡ്യൂസർക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ എന്താക്കണം? അപ്പം പ്രൊഡ്യൂസർ എങ്ങനെയാണ് ഈ ബാക്കി പൈസ പോകുന്നത്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പൈസ 1/3 തിയേറ്ററിൽ ടാക്സ് ആണ്, 1/3 ഡിസ്ട്രിബ്യൂട്ടറുകളിലാണ്. ബാക്കി 1/3 മാത്രമേ പ്രൊഡ്യൂസർ ആക്ച്വലി കിട്ടുന്നുള്ളൂ. അപ്പം ഒരു 90 കോടി കളക്ട് ചെയ്താൽ 30 കോടിയേ കിട്ടുള്ളൂ. അപ്പോൾ 9 കോടി കളക്ട് ചെയ്താൽ 3 കോടിയിലെ സിനിമ എടുത്ത ആൾക്കാർ ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ മലയാള സിനിമ ലാഭത്തിലാവുന്നതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കാം. പക്ഷേ തിയേറ്ററിലെ റേറ്റ് ഒക്കെ ഇപ്പോൾ കൂടുതലാണ്. നമ്മളൊരു ഫാമിലി ഇപ്പോൾ ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ മിനിമം 1000 രൂപ വേണം. എൻ്റെ പേര് മുഹമ്മദ്. ഞാൻ പൊതുവെ ഒരു സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ്. എന്താണ് ജോലി? എന്താണ്? എൻ്റെ ജോലി ബിസിനസ്സാണ്, മരത്തിൻ്റെ ബിസിനസ്സാണ് കൂടുതലും. സിനിമയെ ഒരു ഗൗരവമായി ചർച്ചയ്ക്ക് എടുക്കുന്ന താങ്കളൊരു ബുദ്ധിജീവിയാണോ? ബുദ്ധിജീവിയാണ് എന്ന് പറയുന്നത് എനിക്ക്. ഓക്കെ. അപ്പോൾ എന്താണ് നമ്മുടെ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ്? 2015 നമുക്ക് വന്ന നഷ്ടം, അതിൽ മലയാള സിനിമയ്ക്ക് വന്ന നഷ്ടം എന്ന് നമ്മൾ പറയുമ്പോഴും അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. 1-2 കാരണങ്ങൾ നമുക്ക് അത് വിലയിരുത്താൻ കഴിയില്ല. ഈ എത്ര സിനിമ നഷ്ടം വന്നു വെച്ചാൽ അത്ര പേർക്കേ നഷ്ടം വന്നിട്ടുള്ളൂ. 500 സിനിമ പരാജയപ്പെട്ട 500 പേർക്കേ നഷ്ടം വന്നിട്ടുള്ളൂ. അവരെ പ്രതിഫലത്തിൽ നിന്ന് 1 രൂപ പോലും കുറച്ച് വാങ്ങുന്നില്ല. മറ്റുള്ള സ്റ്റേറ്റിലാണെങ്കിൽ, തമിഴ്നാട്ടിലെ കർണാടകയിലാണെങ്കിൽ അവർ അടുത്തൊരു സിനിമ, ഇപ്പോൾ രജനീകാന്തിൻ്റെ ഒരു സിനിമ നഷ്ടത്തിൽ ഓടി കഴിഞ്ഞാൽ പിന്നെ ഒരു സിനിമ രജനീകാന്ത് പ്രതിഫലം വാങ്ങാതെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വിതരണക്കാർക്ക് പൈസ കൊടുക്കാറുണ്ട്, അവരൊക്കെ നഷ്ടം വരുമ്പോൾ തന്നെ കൊടുക്കാറുണ്ട്. അത് വലിയ ഒരു മാതൃകയാണ്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിർമ്മാതാവ് വീടും കടവും വാങ്ങി, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലും അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കെടുത്ത ആളാണ് ഞാൻ. അവസാന നിമിഷം അതിൻ്റെ നിർമ്മാതാവ് അവിടെ ആ വണ്ടീന്ന് വെച്ചാൽ ലാസ്റ്റ് ദിവസം ഷൂട്ടിങ്ങിൻ്റെ ലാസ്റ്റ് ടൈമിൽ ഞാൻ പങ്കെടുക്കുന്ന ആ സമയത്ത് അദ്ദേഹം അതിന് മെയിൻ നടനെ ആ വലിയ ഒരു ദിവസം 30,000-40,000 ഒക്കെ വാടകയുള്ള വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ നിർമ്മാതാവ് ആ ജീപ്പിൻ്റെ അടുത്ത് വിയർത്തൊലിച്ച് അദ്ദേഹത്തിൻ്റെ മകളും കൂടെ ഇരുന്ന് വിയർത്തൊലിച്ചും കൊണ്ട് അതിൻ്റെ ആ ലാസ്റ്റ് ടൈം പൂർത്തീകരിക്കുമ്പോൾ അപ്പുറത്തുള്ള ഒരാളോട് ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തകനോട് ഞാൻ ചോദിച്ചപ്പോൾ എന്താണ് ഇദ്ദേഹം ഇനി വിൽക്കാൻ ഒന്നും ബാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ വീട് പോലും പണയപ്പെടുത്തിയിട്ടാണ് അവസാന ഭാഗങ്ങൾ എത്രയോ വർഷങ്ങൾ എടുത്തിട്ടാണ് ആ പടം ഷൂട്ട് ചെയ്ത് തീർക്കാനായത്. അപ്പോൾ അത് വിജയത്തിൻ്റെ ഒന്നാമത്തെ ഘടകം എന്താ എന്ന് ചോദിച്ചാൽ തന്നെ ഒരു പക്ഷേ അദ്ദേഹത്തിന് അത് രക്ഷപ്പെടാൻ വേണ്ടി ദൈവം അല്ലാതെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഞാൻ മനോഹരൻ.
PWD കോൺട്രാക്ടറായിരുന്നു. മുൻ സിനിമാ തിയേറ്റർ ഓണറും കൂടിയായിരുന്നു. തിയേറ്റർ ഓണറാണ്? ഏത് തിയേറ്ററാണ്? അത് ഞാൻ കോഴിക്കോട് വെള്ളിമാടുകുന്നിൽ ലീല തിയേറ്ററിൻ്റെ ഓണറായിരുന്നു. ആണോ? അപ്പോൾ ഇപ്പം സിനിമ നിർത്തിവെച്ചു. ഞങ്ങൾ എത്ര വർഷമായി നിർത്തിവെച്ചിട്ട് 8 കൊല്ലത്തിലധികം. എന്തുകൊണ്ടാണ് തിയേറ്റർ അടയ്ക്കാണ്ടായ സാഹചര്യം? പ്രേക്ഷകർക്ക് ജനങ്ങൾ സിനിമ കാണാതെയായതിനു ശേഷം നഷ്ടം സംഭവിച്ചുകൊണ്ടാണ് നിർത്തിയതാണ്. ഓരോ വർഷവും നമ്മൾ അത് ഫിറ്റാന്ന് കാണിക്കാനുള്ള സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ഇങ്ങനെ കുറേ നൂലാമാലകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിർത്തിയെന്ന് ഒരാൾ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് സാറിന് അതൊക്കെ എൻ്റെ ഒരു ഭാഗമല്ല. ഇത് വരുമാനം കുറയുന്നേരാണ് ഇതൊക്കെ പ്രശ്നമാണ്. കൂടുതൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നു. കുറയുന്നേരാണല്ലോ ഇതിനുള്ളത് പിന്നോട്ട് പോകുക. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ അടയ്ക്കുക എന്നുള്ളൊരിത് വന്നപ്പോൾ എന്തെങ്കിലും സർക്കാർ പ്രത്യേകിച്ച് ഒരു പ്രശ്നമൊന്നുമില്ല. അല്ല, ശരിക്കും പറഞ്ഞാൽ റൺ ചെയ്യുമ്പോൾ നല്ലൊരു ടാക്സ് നിങ്ങളെ നിന്ന് കിട്ടുകയും നിങ്ങൾ അടയ്ക്കുമ്പോൾ സർക്കാരിനാണ് അതിൽ വലിയൊരു നഷ്ടം വരുന്നത്. ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും, പലപ്പോഴും ഒരു തെറ്റ് ചെയ്യുക, രക്ഷപ്പെടുക. ഇതാണ് ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന് ഇന്ന് വളരെ എല്ലാവരും ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ബാങ്ക് കവർച്ച ചെയ്യുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഒരു കള്ളനോട്ട് അടിക്കുന്ന ചങ്ങാതി, അവൻ കള്ളനോട്ട് പിടിക്കപ്പെടുന്ന കാണുമ്പോൾ രക്ഷപ്പെടുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമ. ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവ് അറിയാതെ ഒരുത്തൻ്റെ കൂടെ പോകുന്നു, ഭർത്താവ് ഭാര്യ അറിയാത്ത ഒരുത്തൻ്റെ കൂടെ പോകുന്നു, അങ്ങനെയൊക്കെ. എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുക, ഇതാണ് തെറ്റിയ രക്ഷപ്പെടുക. നമ്മുടെ നാട്ടിൽ ഇന്ന് ഇറങ്ങുന്ന സിനിമകളൊക്കെ തല കുത്തനുള്ള സിനിമയാണ്. ഇപ്പം പ്രേമം ഇപ്പം ഇറങ്ങിയ പല പിക്ചറും സപ്തമശ്രീ സസ്കര, ഇതൊക്കെ കളവും കാര്യങ്ങളും പ്രേമമൊക്കെ എന്താ കാണിക്കുന്നത്? ടീച്ചർ പ്രേമിക്കുക. ഇതൊന്നും നമ്മൾ പിക്ചർ കണ്ടിട്ട് ഒന്നും ഏറ്റെടുക്കണ്ട. അത് ഇന്നത്തെ തലമുറ ചിന്തിക്കുന്ന തമാശ രൂപത്തിലാണ്. അതൊക്കെ സിനിമയായിട്ട് തന്നെ കാണുക. അല്ല അങ്ങനെ ആകുമ്പോൾ ഒരു സംശയം, മുമ്പത്തെ പഴയ സിനിമകളിലൊക്കെ നായകന്മാർ ക്രിമിനൽ ആയിട്ടില്ലേ? ദേവാസുരത്തിലൊക്കെ വലിയ ഇതിനെക്കാട്ടും വലിയ. അപ്പൊ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ചെയ്ത് അവസാനം മാറി വരുന്ന നല്ല മനുഷ്യരായിട്ട് മാറുന്നുണ്ട് ആ സിനിമയുടെ ക്ലൈമാക്സിൽ. ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ കള്ളന്മാരായിട്ട് കൂടുതൽ നല്ല കള്ളനാവുകയാണ്, സൂചിച്ചു പോവാണ്. അത് ശരിയല്ല. കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മെസ്സേജ് ജനങ്ങൾക്ക് കിട്ടണം. പക്ഷെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമ നൽകുന്ന മെസ്സേജുകൾ ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. സിനിമ എന്നുള്ളത് സുവിശേഷ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ പോകുന്നത്. സിനിമ എന്നുള്ളത് എന്റർടൈനറാണ്. 2.5 മണിക്കൂർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അത് തലേന്ന് വിട്ട് ഒരാളെ സ്വാമി സന്യാസി വഴിലച്ചനാക്കാൻ വേണ്ടിയിട്ടല്ല സിനിമ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെയുള്ള ജയിലിലുള്ള എല്ലാ കുറ്റവാളികളെയും കൊണ്ട് 2.5 മണിക്കൂർ സിനിമ കാണിച്ചു. പക്ഷേ സാർ, പഴയകാല അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഇതാണ്, പഴയകാല സിനിമകളിൽ പൊതുവിൽ ഈ ഫാൻസ് എന്ന് പറയുന്ന ആളുകൾ മറ്റുള്ളവരെ മാതൃകയാക്കുന്നു. സിനിമ മാതൃകയാക്കണമെന്ന് ആരും പറയുന്നില്ല. മാതൃകയാക്കണ്ട. നമ്മൾ കാണാൻ പോകുമ്പോൾ നമുക്ക് നല്ലൊരു മെസ്സേജ് കിട്ടുന്നതല്ലേ നല്ലത് എന്ന് ഡയറക്ടർമാർ ചിന്തിക്കണം. ന്യൂ ജനറേഷൻ സംവിധായകർ ഇവിടെ സിനിമ നോക്കിയാൽ ഇപ്പോൾ സ്ത്രീകളടക്കമുള്ളവർ മദ്യം കഴിക്കുന്നതായിട്ടോ അങ്ങനെയുള്ളൊരു മയക്കുമരുന്നിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇതൊക്കെ ഒരു സിനിമയായിട്ട് അങ്ങ് എടുത്താൽ പോരുന്നു. പക്ഷേ നമ്മളെ ന്യൂ ജനറേഷൻ കുട്ടികൾ അങ്ങനെയാണോ എടുക്കുന്നത്? സാറിന് എന്ത് തോന്നുന്നു? കുറേയൊക്കെ കാലഘട്ടത്തിൽ ചേഞ്ചാണ്. ഈ പുതിയ കാലഘട്ടത്തിൽ അങ്ങനെ പുറത്തും സംഭവിക്കുന്നുണ്ട് കുറേയൊക്കെ. അപ്പം അത് കാണാൻ കുറേ ആൾക്കാർ, ഇപ്പോഴത്തെ ജനറേഷനിൽ കുറേ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയല്ല എന്നാണ്. ശരിയല്ല. ന്യൂ ജനറേഷൻ സിനിമകൾ ജനങ്ങളെ വഴി തെറ്റിക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തെ പോലെ കാണുന്ന നമ്മളുടെ താരം കള്ളനോട്ടിൻ്റെ സ്വന്തം ആളാവുകയും അയാൾ കൊള്ളക്കാരനാവുകയും അവസാനം അയാൾ ഇതെല്ലാം തന്നെ തുടരുകയും ചെയ്യുക എന്ന് പറയുന്ന പ്രശ്നം. അതേസമയം പഴയ സിനിമകളിൽ നമ്മുടെ ആദ്യം മോശക്കാരനായാലും അവസാന ഘട്ടത്തിൽ ക്ലൈമാക്സ് എത്തുമ്പോൾ നല്ല മനുഷ്യനായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. നമുക്കൊരു മെസ്സേജ് അങ്ങനെ വരുന്നത്. തീർച്ചയായിട്ടും ആര്യൻ, ദേവാസുരം പോലുള്ള, രാജാവിൻ്റെ മകൻ പോലുള്ള സിനിമകൾ മാത്രമല്ല, അതിൻ്റെ ഇടയിൽ തന്നെ നായകൻ വിഷമിക്കുന്നുണ്ട്, ഞാൻ ഒരു കൊള്ളക്കാരനാകേണ്ടിയിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഫാൻസിന് അങ്ങനെ ഒരു മെസ്സേജ് കിട്ടില്ല. അതേസമയം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമയിൽ നായകൻ അത് തുടരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഫാൻസുകാർ അതിനെ എങ്ങനെ എടുക്കും? ടി വിയിൽ പെട്ടെന്ന് തന്നെ സിനിമ വരുന്നത് സിനിമയെ ബാധിക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ യൂട്യൂബിലും മറ്റേലൊക്കെ കള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ ആൾക്കാർ ഇരിക്കുമ്പോൾ ആൾക്കാർക്ക് 3 മണിക്കൂർ എന്തിനു തിയേറ്ററിൽ പോയിട്ട് സമയം കളയുന്നതെന്നുള്ളൊരു ചിന്താഗതി വരുന്നുണ്ട്. അതാണ് നമ്മുടെ നാട്ടിൽ ആൾക്ക് സമയമില്ല. എല്ലാവരും മൊബൈലിലും വാട്സാപ്പിലും ഒക്കെ ആയിട്ട് ഇരിക്കുക. അപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ 1 മണിക്കൂർ ക്യൂ നിന്ന് 2 മണിക്കൂർ തിയേറ്ററിൽ സിനിമ കണ്ട് 3 മണിക്കൂർ 4 മണിക്കൂർ വേസ്റ്റ് ആക്കാൻ ആളില്ല. ആക്ച്വലി സിനിമ ചീത്ത സിനിമ നല്ല സിനിമ എന്നൊന്നും വേർതിരിച്ച് മാറ്റാനും പറ്റില്ല. ചെയ്യുന്ന ആളുകൾ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നല്ല സിനിമ ഉണ്ടാവണമെന്ന് കരുതിയിട്ടാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ അത് പറയാൻ ശ്രമിക്കുന്ന സമയത്തും അതിൻ്റെ ഭൂരിഭാഗത്തിൻ്റെ ഒരു സ്വീകാര്യതയെ അടിസ്ഥാനമാക്കിയിട്ടാണ് അത് നല്ലതും ചീത്തയും മാറുന്നത്. ഈ സീരിയൽ
സീരിയൽ ഭയങ്കരമായി സീരിയലുകൾ സിനിമയ്ക്ക് പാരയാണ്. ആ സമയം അതിന്റെ സമയം 6 മണിയുള്ള സമയം നോക്കുന്ന 6:30 ഷോനൊക്കെയാണ് ഏറ്റവും അധികം ആള് വരാറുള്ള സമയം. അതെ അല്ലേ. ആ സമയത്താണ് സീരിയൽ തുടങ്ങുക. അതും കണ്ടിന്യൂറ്റി ഉള്ളത് ഉണ്ട്. ഒരു ദിവസം എന്നല്ലാതെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ. ഒരു വാദത്തിന് വേണ്ടി ചോദിക്കുകയാണ്, ഇപ്പോൾ മൾട്ടിപ്ലസിലെല്ലാം ആളുകൾ നന്നായി പോകുന്നു. ഈ മൾട്ടിപ്ലസ് സ്ഥിരമായിട്ട് പോകുന്ന ആളുകൾ തിയേറ്ററിൽ പോകാറില്ല. മൾട്ടിപ്ലക്സ് പറ്റും, കാരണം അവിടെ 100-200 സീറ്റേ ഉള്ളൂ. അതല്ല മൾട്ടിപ്ലസിൽ ഇത്രയും പൈസ കൊടുത്ത് അവർക്ക് ചെയ്യാൻ അവർ പോയി കാണുന്നുണ്ടല്ലോ. അപ്പോൾ പൈസ പ്രശ്നമാണോ? അല്ല, പൈസ അവിടെ പ്രശ്നമല്ല, കാരണം സാധാരണക്കാരുടെ ഇടയിലാണ് പ്രശ്നമുള്ളത്. കാരണം അപ്പോൾ ടിക്കറ്റ് ചാർജ്, അപ്പോൾ താങ്കൾ പറയുന്നത് വെച്ചാൽ ടിക്കറ്റ് ചാർജ് കുറയ്ക്കുകയാണെങ്കിൽ മലയാള സിനിമ കൂടുതൽ ബെറ്റർ ആകുമെന്നാണോ അഭിപ്രായം? കൂടുതൽ ആൾക്കാർ കാണാൻ ശ്രമിക്കുന്നതാണ്. പറയും സാർ, ഇപ്പോൾ മലയാള സിനിമയുടെ ഭാവി ഇങ്ങനെയൊക്കെയാണ് മലയാള സിനിമ തുടരുന്നതെങ്കിൽ നമ്മുടെ ന്യൂ ജനറേഷൻ നടന്മാർ എന്തായാലും നമ്മൾ വാട്ടവർ എന്തൊക്കെ പറഞ്ഞാലും ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ എന്ന രീതിയിലാണ് വിമർശകർ ഇതിനെയൊക്കെ കാണുന്നത്. ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഓരോ വർഷവും 540 കോടി, കഴിഞ്ഞ വർഷം ഈക്വലാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ തന്നെയാണ് പോകുന്നതെങ്കിൽ മലയാള സിനിമയുടെ ഭാവി ഉണ്ടാവും. പറയൂ സാർ. സിനിമകൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഓടും. ഞാൻ പറഞ്ഞത് ഈ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ കൂടുതലാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ താങ്ങാവുന്ന, അതായത് കേരളത്തിലെ ഓഡിയൻസിനൊക്കെ വന്ന് കിട്ടുന്നതിൽ കൂടുതൽ എക്സ്പെൻസ് സിനിമയ്ക്ക് വന്നു പ്രതീക്ഷിക്കുന്ന എമൗണ്ടിനെക്കാട്ടും കൂടുതൽ. സാർ, ഇപ്പോൾ ഈ വർഷം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന 500 കോടിയോളം രൂപയുടെ നഷ്ടം ഒരു നാഷണൽ ബേസ്ഡാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? സിനിമ നല്ലതായിട്ട് എടുത്താൽ ഓടും തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ കാര്യമായ ഒരു അടിസ്ഥാനപരമായിട്ടൊരു കഥ, ജനങ്ങളെ ഹൃദയത്തിൽ തട്ടുന്ന ഒരു കഥ കണ്ടെത്താതെ എവിടെന്നോ തുടങ്ങി എവിടെയോ അവസാനിപ്പിക്കുന്ന രീതിയിൽ, അതെല്ലാം നല്ല രീതിയിൽ കഥ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വിജയിച്ചിട്ടുമുണ്ട്. സിനിമയെ എങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാന കാരണം. എന്തുകൊണ്ട് കുറേ നല്ല കഥകളും നല്ല സാർ നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത സൂപ്പർ സ്റ്റാറുകൾ അഭിനയിച്ച ചില സിനിമകൾ ഒരാഴ്ച പോലും ഓടാതിരുന്നിട്ടുണ്ട്, നല്ല മാർക്കറ്റിംഗ് കൊടുത്തിട്ട്. മാർക്കറ്റിങ്ങിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ആശയദാരിദ്ര്യം കൊണ്ടാണ് സിനിമകൾ ഓടാത്തതെന്ന് അദ്ദേഹം പറഞ്ഞത് കൊണ്ട്, ആശയദാരിദ്ര്യം ഇല്ലാതെ വളരെ കാമ്പുള്ള കഥകൾ പറഞ്ഞ സിനിമകൾ കൃത്യമായി മാർക്കറ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ട് ഈ എന്താ പറയുക 160-ൽ 10 വിജയിച്ചുള്ളൂ എന്ന് പറയുന്നത് ശരിക്കും വേറെ ഒരു 10 വിജയിക്കേണ്ടിയിരുന്നു. സാറ് പറഞ്ഞ് ശരിയാണെങ്കിലും ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യണം. ഒരു ഫ്ലക്സ് അടിക്കാൻ 1 ലക്ഷം രൂപയാണ്. കേരളം മുഴുവൻ ഒരു 150 ഫ്ലക്സ് അടിക്കാൻ 1.5 കോടി രൂപയാവും. സിനിമ എടുത്ത് തീരുമ്പോൾ തന്നെ കുത്തുവാരം എടുക്കുന്ന ഒരു പ്രൊഡ്യൂസർ എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട 2 പത്രങ്ങൾ 2 ന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇപ്പോൾ അതല്ല സ്ഥിതി. അപ്പോൾ ഇത്രയും എക്സ്പെൻസീവായ ഒരു ലോകത്ത് അദ്ദേഹത്തിന് വീണ്ടും കൂടുതൽ സാറ് പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റാതെ വരുന്നു. ഒരു സിനിമ ഉള്ളത് അതിൻ്റെ മേക്കിംഗ് മാത്രമല്ല കോസ്റ്റ് വരേണ്ടതെന്നുള്ളതല്ല പ്ലാൻ ചെയ്യേണ്ടത്. കൃത്യമായിട്ട് പ്രൊഫഷണൽ കമ്പനികൾ പുറത്ത്, ഇപ്പോൾ കേരളത്തിന് പുറത്താണെങ്കിൽ അവർ ചെയ്യുന്നത് കൃത്യമായിട്ട് പ്രൊഡക്ഷന് എത്ര കാശ്, മാർക്കറ്റിങ്ങിന് എത്ര കാശ്, താരങ്ങൾക്ക് എത്ര കാശ് എന്ന് പറഞ്ഞ് കൃത്യമായി വായിച്ച് ഇത്ര തിയേറ്റർ ഉണ്ട്, അതിന് ഇത്ര ഓടി എത്ര കളക്ഷൻ വരും, ഇത്ര സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്ന് കൃത്യമായിട്ട് അതിന് ഒരു ബിസിനസ് പ്രോജക്റ്റായി കണ്ടിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്. കൂടുതൽ ഇറങ്ങട്ടെ, പക്ഷേ നമ്മൾ ചെലവ് ചുരുക്കാൻ പഠിക്കണം. അനാവശ്യമായ ചെലവുകൾ ചുരുക്കി നല്ല കഥയും നല്ല രൂപത്തിൽ രക്ഷപ്പെടും. സാധാരണ ഒരു എവറേജ് സിനിമയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ എവറേജ് ചിലവ്. ഇപ്പോൾ അത് 2.5 ലക്ഷമായി. കാരണം അറിയാലോ, ഒബ്വിയസ്ലി നമ്മളിപ്പോൾ എല്ലായിടത്തും ഇവിടെ പൊതുവേ സംഭവിക്കുന്ന ഒരു കോടി ബഡ്ജറ്റ് പറഞ്ഞൊരു ഷൂട്ടിങ് തുടങ്ങിയാൽ അത് 3 കോടി 5 കോടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ 1 കോടിന് ആള് പ്രൊഡ്യൂസർ മൂലക്കിലാവുക അതോടുകൂടി. ഓക്കെ സാർ, മലയാള സിനിമയുടെ ഭാവിയെക്കുറിച്ച് സാറിന് എന്താണ് തോന്നുന്നത്? ഒരു തിയേറ്റർ അടച്ച ഭാവിയെ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഒരിക്കലും, ഇനിയും പ്രതീക്ഷയുള്ളത്. പക്ഷെ അതിൽ ഏത് ഭാഗമാണ് സാറിൻ്റെ അഭിപ്രായത്തിൽ ശരിയാവേണ്ടത്? അവിടെ എടുക്കുന്ന അതിൻ്റെ പ്രസൻറ്റേഷൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഏത് കഥയായാലും നന്നായിട്ട് ഓടും. മലയാള നായകന്മാർ കുറച്ച് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ വളിപ്പ് എന്ന് പറയുന്ന അതേ നമ്മൾ മറ്റുള്ള ഭാഷകളിൽ അത് കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ ചെറിയതൊക്കെ നമുക്ക് സക്സസ് ആകുമ്പോൾ അതിലും വലുത് കാണിച്ചവരെ നമ്മൾ കൈയടിച്ച് സ്വീകരിച്ചിട്ടുണ്ട്. ഈവൻ കാമസൂത്ര ഇവിടെ 100 ഓടിയതാണ്. ഇതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? അത് മലയാളികൾ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മറ്റൊന്നുണ്ട്. നമ്മൾ പുറത്തുള്ള ഒരാൾ നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ റോട്ടിലോട് പോകുന്ന ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു പക്ഷേ നമ്മൾ പ്രതികരിക്കൂല, അവൻ പോട്ടെ എന്ന് പറയും. നേരെ മറിച്ച് നമ്മൾ കുടുംബത്തിലൊരു അംഗമാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ദേഷ്യപ്പെടും, വഴക്ക് പറയും, തല്ലുമൊക്കെ ചെയ്യും. ഇതൊക്കെ നമുക്ക് ആലോചിച്ചാൽ അറിയാം. സത്യനു, നസീർ, ഷീലി, ചാരതികളുടെ എല്ലാ വീട്ടിലും കഷ്ടപ്പാടും സങ്കടപ്പാടും മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഇന്നത്തെ പിള്ളേർക്ക് അത് അറിയില്ല. അവർ ജോളിയായിട്ട് ജീവിച്ച് ജോളിയായിട്ട് നടക്കുന്നതുകൊണ്ട് അങ്ങനത്തെ പുതിയ തലമുറയ്ക്ക് പറ്റിയ കഥകളാകുമ്പോൾ മാത്രമേ കുട്ടികൾ വരുന്നുള്ളൂ. കഷ്ടപ്പാടുള്ള കഥ ഇനി ഓടില്ല.
കുട്ടികൾക്ക് എക്സ്പീരിയൻസിന്റെ കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ന്യൂ ജനറേഷൻ സിനിമകൾ ഓടുന്നത്. കാരണം അവർക്ക് ഡെപ്തുള്ള കഥകൾ വേണ്ട, തമാശക്ക് വെറും ഒരു ജോളി മാത്രമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സാർ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഇദ്ദേഹം പറയുന്നു ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ജോളി മതി, നിങ്ങളുടെ കണ്ണീരും കയ്യൊന്നും അവർക്ക് കേൾക്കണ്ട. അതെല്ലാം വളരെ തെറ്റായ ഒരു ചിന്തയാണ്. കാരണം ഇപ്പോൾ അവർ പുതിയ ജനറേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അടിസ്ഥാനമായിട്ടുള്ള ഭാവങ്ങളൊക്കെ നശിച്ചു പോയി എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റാണ്. ഇപ്പം ഇദ്ദേഹം പറയുന്നു ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ശരിക്കും അവർക്ക് എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശോകഗാനമൊന്നും ഇപ്പം നമ്മളുടെ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഇതിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ശോകഗാനം പറയാൻ പറ്റുമോ? അല്ല, ശോകഗാനത്തിൻ്റെ ആവശ്യം തന്നെ എന്തിനാ? ഇപ്പം എന്ത് ശോകഗാനോ? ആർക്കാ ശോകം ഉള്ളത്? അതുകൊണ്ട് ഇന്നത്തെ പാട്ട് ജനറേഷൻ ഉണ്ട്. നിങ്ങൾ സന്തോഷാരെ കണ്ടോ? ഇന്നത്തെ പാട്ട് എന്താ ലേറ്റസ്റ്റ് പാട്ട്? വേണ്ട, ഇത് കോണ്ട്ര, ഇത് കോണ്ട്ര, പാട്ട് ഇട്ട് ഇപ്പൊ എവിടെ ശോകമുള്ള ആൾക്കാർക്ക് ജോലി മാത്രമേ ഉള്ളൂ. സാർ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമകളിൽ അച്ഛനമ്മയില്ല ഭൂരിഭാഗം ജനറലി. ഇപ്പം നമ്മളിപ്പോൾ ഹിറ്റായ സിനിമകളിൽ ഇപ്പോൾ സാർ ഈ സാറ്റലൈറ്റ് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഓരോ നടന്മാരുടെ തലയ്ക്കൊരു പൈസ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ മിനിമം ഒരു നടൻ വന്നാൽ തന്നെ ഒരു മിനിമം പൈസ കിട്ടുന്നുള്ളത് കൊണ്ട് മാത്രം അതുകൊണ്ടാണ് ഭൂരിഭാഗം സിനിമകളും ജീവിച്ചു പോകും. അപ്പം അതുകൊണ്ട് തിയേറ്ററിൽ പടം ഓടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ചിന്ത മലയാള സിനിമയെ ടോട്ടലായി ബാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ സാറ്റലൈറ്റ് ഒരു നടന്റെ ഡേറ്റ് കിട്ടിയാൽ തന്നെ സാറ്റലൈറ്റിന്റെ കാശ് കിട്ടിയിരുന്നു. ഇപ്പോൾ സാറ്റലൈറ്റ് കിട്ടണമെങ്കിൽ സിനിമ എടുത്ത് റിലീസ് ചെയ്ത് ഓടിയെന്ന് തെളിഞ്ഞാൽ മാത്രമേ സാറ്റലൈറ്റ് റേറ്റ് കിട്ടുന്നുള്ളൂ. അതായത് ഒരു വേള തിയേറ്ററിൽ ഓടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ പടം ഇറങ്ങി ഹിറ്റായാലേ തരുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യപ്പെടുന്നു. സർ പോയിന്റ് വിജയിച്ചാലേ നിങ്ങൾക്ക് സാറ്റലൈറ്റ് കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡബിൾ സീരിയസ് ആവില്ലേ? അതേപോലെ തന്നെ ഇപ്പോൾ വീഡിയോ റൈറ്റ്സ് ഇല്ല, ഓഡിയോ റൈറ്റ്സ് ഇല്ല. ഇതെല്ലാം മലയാള സിനിമയെ ബാധിക്കുന്നുണ്ടോ? എല്ലാവരും ഈ യൂട്യൂബിലെല്ലാം നെറ്റിലൂടെ കാണുന്നത് ഒരു പരിധി വരെ അതും ബാധിക്കുന്നുണ്ട്. ഇല്ലാന്ന്. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച ഒരു കിഡിലൻ സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് ഷോ കാണാൻ മറക്കരുത്. പെണ്ണുകെട്ടിക്കഴിഞ്ഞാൽ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോനെ. പുലിയെ പോലെ നടന്നോരെല്ലാം എലിയെ പോലെ ജീവിക്കും മോനെ. ചാട്ടം പിഴച്ചൊരു കുരങ്ങനെ പോൽ കൂട്ടം വിട്ടങ്ങ് ഓടും മോനെ. ചാട്ടം പിഴച്ചൊരു കുരങ്ങനെ പോൽ കൂട്ടം വിട്ടങ്ങ് ഓടും മോനെ. പെണ്ണുകെട്ടിക്കഴിഞ്ഞാൽ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോനെ. പുലിയെ പോലെ നടന്നോരെല്ലാം എലിയെ പോലെ ജീവിക്കും മോനെ. കച്ചകെട്ടിക്കളരിയിൽ കരുത്തൊന്ന് കാണിച്ചിട്ട് കാര്യമില്ലടാ, ഇത് കലികാലം മോനെ. പൊന്നുള്ള പെണ്ണ് മുഞ്ചുള്ള പെണ്ണ് കെട്ടി വലിക്കുമെടാ അവൾ വമ്പത്തിയ മോനെ.
പഞ്ചാര വാക്കെല്ലാം പണിയില്ല നേരത്ത്. തെറ്റ് ചെയ്യുമെടാ നിന്റെ കാശു പിടുങ്ങുമെടാ. പെണ്ണു കെട്ടിക്കഴിഞ്ഞാൽ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോനെ. പുലിയെപ്പോലെ നടന്നോരെല്ലാം എലിയെ പോലെ ജീവിക്കും മോനെ. ചാട്ടം പിഴച്ചൊരു കുരങ്ങനെ പോൽ കൂട്ടം വിട്ടങ്ങ് ഓടും മോനെ. ചാട്ടം പിഴച്ചൊരു കുരങ്ങനെ പോൽ കൂട്ടം വിട്ടങ്ങ് ഓടും മോനെ. പിടിച്ചത് ഒന്ന് കിടച്ചത് ഒന്ന്. യോഗമാണടാ നിന്റെ തലവരയാണടാ. തലവര മാറ്റി പെയിന്റ് അടിച്ചാൽ കാര്യമില്ലടാ ഇത് കലികാലം മോനെ. കരകണക്കടലിൽ സമനില തെറ്റി മാർഗം മുടങ്ങുമെടാ നീ മുങ്ങിച്ചാകുമെടാ. പെണ്ണു കെട്ടിക്കഴിഞ്ഞാൽ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോനെ. പുലിയെപ്പോലെ നടന്നോരെല്ലാം എലിയെ പോലെ ജീവിക്കും മോനെ. ചാട്ടം പിഴച്ചൊരു കുരങ്ങനെ പോൽ കൂട്ടം വിട്ടങ്ങ് ഓടും മോനെ. ചാട്ടം പിഴച്ചൊരു കുരങ്ങനെ പോൽ കൂട്ടം വിട്ടങ്ങ് ഓടും മോനെ. പെണ്ണു കെട്ടിക്കഴിഞ്ഞാൽ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോനെ. പുലിയെപ്പോലെ നടന്നോരെല്ലാം എലിയെ പോലെ ജീവിക്കും മോനെ.